ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പവിത്രമായ മസ്ജിദുൻ നബവി ഇരിക്കുമ്പോൾ രണ്ട് ആരോഗ്യമുള്ള കാണാൻ നല്ല ചുറുചുറുക്കുള്ള രണ്ട് ചെറുപ്പക്കാർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഞങ്ങൾ എവിടെന്നാ കടന്നു വരുന്നതെന്നറിയുമോ? ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന, ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുന്ന, നാളെ പടച്ചവന്റെ കോടതിയിൽ സന്തോഷത്തോടെ കടന്നു പോകാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഉപദേശം അവിടുന്ന് പറഞ്ഞു തരാമോ ഉമർ തങ്ങളെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ രണ്ട് യുവാക്കൾ കടന്നു വന്നുകൊണ്ട് വർത്തമാനം പറയുമ്പോ അവരുടെ വർത്തമാനം കേൾക്കൊണ്ടിരിക്കുന്ന അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അലിയേ, ഈ രണ്ട് ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്ന് എന്തിനെന്നറിയുമോ? ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിൽ കടന്നു പോകാൻ പറ്റുന്ന ഉപദേശങ്ങൾ തേടിക്കൊണ്ട് കടന്നു വന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് ഞാൻ ഉപദേശം കൊടുക്കാൻ ആഗ്രഹിക്കുകയാ. അതുകൊണ്ട് കടന്നു പോകുമോ മദീനയിലുള്ള മുഴുവൻ സ്വഹാബത്തിനെയും വരാൻ പറയുമോ? പടച്ചവനെ, അലിയാർ തങ്ങളും ജാബിർ തങ്ങളും ഇറങ്ങുകയാണ്. മദീനയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ സ്വഹാബത്തിനെയും വിളിക്കുകയാ. സ്വഹാബാ, എല്ലാവരെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിക്കുകയാണ്. എല്ലാവരെയും വിളിക്കുകയാ. കേട്ടപാടെ സ്വഹാബത്ത് മുഴുവൻ ഓടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കൊന്ന് കടന്നിരിക്കുകയാ. ആ രണ്ട് ചെറുപ്പക്കാർ ഉമർ തങ്ങൾ വിളിച്ചിട്ട് പറയാ, ഓ പ്രിയപ്പെട്ട സ്വഹാബാ, ഈ രണ്ട് ചെറുപ്പക്കാർ പറയുന്നു, നിങ്ങളൊന്ന് കേൾക്കുമോ? അതിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് സന്തോഷകരമായി മരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ ഖുർആനിന്റെ വരായത്തോതി, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറയാ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന ലോകത്ത്, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന കോലത്തിലും ഭാവത്തിലുമല്ല, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കടന്നു പോകണം. അതുമാത്രവുമല്ല, മുസ്ലിമായിട്ട് മരിക്കുവാനും ആഗ്രഹമാ തങ്ങള്. അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുമോ? നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായ തോഴരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബാ, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കലാണ് സ്വഹാബാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമ നിങ്ങൾ ചൊല്ലിയവരാണ്. ആ കലിമത്ത് തൗഹീദിലൂടെ കടന്നു പോകുന്നവരാണ്. സ്വഹാബത്തെ, ഈ ദുനിയാവിന്റെ പുറത്ത് ചില ആളുകൾ മുസ്ലിമായി തന്നെ ജീവിക്കുകയാ, മുസ്ലിമായി തന്നെ മരിക്കുകയാ. ചില ആളുകൾ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് കടന്നു വന്ന് പക്ഷേ ചില സാന്ദർഭികവശാൽ കാഫിറായി ചത്തുപോകുന്ന ഒരു ഗതികേട് വരികയാണ്. ചില ആളുകൾ കാഫിറായി തന്നെ ജീവിച്ച് കാഫിറായി തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. എന്നാൽ സ്വഹാബാ, നമുക്ക് മുസ്ലിമായി തന്നെ ജീവിച്ചിട്ട് മുസ്ലിമായി തന്നെ നമുക്ക് മരിക്കണം സ്വഹാബാ. അതിനെന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴാണ് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതുന്നത്. ഒരായത്ത് നിങ്ങൾ പതിവാക്കുമോ? ആ ഒരായത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമോ? അല്ലാഹുവേ, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തന്നുപോയ ഈമാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷ
സന്തോഷം പിന്നെ നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് അതൊരിക്കലും മാഞ്ഞു പോകൂല, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകൂല, അതൊരിക്കലും മുറിഞ്ഞു പോകൂല. ഏതാണ് ആ ആയത്തെന്നറിയുമോ? സ്വഹാബത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വരായത്ത് ആദ്യം ഇതെവിടം നാ കേൾക്കുന്ന എന്നറിയുമോ? ഇതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ പടച്ചവനെ ഒരു വല്ലാതെ കരച്ചിൽ കേൾക്കുകയാണ്. ഒരു മനുഷ്യൻ തലയിലൂടെ മുണ്ടിട്ടിട്ടുണ്ട്. എന്നിട്ടോ ഫബക്കാ ബുകാഅൻ ശദീദാ, വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരികിലേക്ക് ചെല്ലുമ്പോ ആരാ കരയുന്നതെന്നറിയുമോ? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങളാ. അല്ലയോ സിദ്ദീഖ് തങ്ങളെ, ഇതെന്ത് കരച്ചിലാണ്? ഇതുപോലെ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ. ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? പ്രിയപ്പെട്ട ഉമറേ, അല്ലാഹു ഈ ഒരു സമയത്ത് എനിക്ക് ഈമാൻ തന്നിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദില് എന്റെ ഹൃദയം മുഴുവനും ഞാൻ കൊടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. എപ്പോഴാ നഷ്ടപ്പെട്ടു പോവുക എന്നറിയില്ല, എനിക്ക് പേടിയാ. അതുകൊണ്ടാണ് ഞാൻ ഓതുന്നത് റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഇന്നിവിടെ ഉള്ളാളത്ത് വന്നിരിക്കുന്ന പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ അകത്തട്ടിൽ നിന്ന് ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാ. ഈ കാലഘട്ടം മോശമാണ് ചെറുപ്പക്കാരാ. പടച്ചവന്റെ വഴികളിലൂടെ കടന്നു പോകാ. ഇന്ന് വിരലില്ലെണ്ണാവുന്നവരെ ബാക്കിയുള്ളൂ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു കാലഘട്ടത്തില് എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ അകത്തട്ടില് നമ്മുടെ നാവിലൂടെ കടന്നു വരട്ടെ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ. അല്ലാഹുവേ, ഹൃദയത്തിന്റെ അകത്തട്ടില് ഈമാനിന്റെ മാധുര്യം നീ തന്നതിന് ശേഷമല്ല ഇനി അതിനെടുത്തു കളയല്ല റബ്ബേ, അതിനെ നഷ്ടപ്പെടുത്തല്ല റബ്ബേ. ഓരോ വഖ്തു നിസ്കാരത്തിന് ശേഷവും ഈ ഒരു ഖുർആനിന്റെ ആയത്ത് ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പെങ്ങളെ ചെറുപ്പക്കാരാ, നമ്മളിത് ഓതിക്കൊണ്ട് കടന്നു പോയാൽ അൽഹംദുലില്ലാഹ് ഏത് വലിയ പ്രതിസന്ധി വന്നാലും, ഏത് വലിയ സങ്കടം വന്നാലും, ഏത് വലിയ ദുഃഖം വന്നാലും, ആരക്രമിക്കാൻ കടന്നു വന്നാലും, ആര് വെറുപ്പിന്റെ വർത്തമാനം പറഞ്ഞാലും അവർക്കെല്ലാം രക്ഷപ്പെട്ടു പോകാൻ കഴിയോ? അവരുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ ഈമാൻ വരും. അപ്പോ പടച്ച തമ്പുരാനെ പറ്റി പറയുമ്പോ അല്ലാഹു തആല തന്ന ഈമാനിന്റെ മാധുര്യത്തെ ആളുകൾ എതിർക്കുമ്പോ അതിനെ പൊന്നുപോലെ ഒറ്റക്ക് നേരിടാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഈ തൊട്ടടുത്ത് പോലും നമ്മൾ കടന്നു പോയത്. അല്ലാഹുവേ, ഫാത്തിമ മസ്കിൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പെണ്ണിന്റെ കഥ നിങ്ങൾ കേട്ടവരാണ്. വഅദ് പറയുന്നവരുമല്ലാത്തവരുമല്ല, ആ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ കഥ പറയുന്നവരാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ അകത്തട്ടിലുള്ളത് കൊണ്ടല്ലേ ആ പെൺകുട്ടി അതുപോലെ സന്തോഷത്തോടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നത്. ഇവിടെ ഫാത്തിമ മസ്കിന്റെ കാര്യം ഇവിടെ പറയുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ചരിത്രമുണ്ട്. ബഗ്ദാദിന്റെ മണ്ണിലൂടെ കടന്നുപോയ ഫാത്തിമ ഹൻലലിയ എന്ന് പറയുന്നൊരു പ്രിയപ്പെട്ട പെണ്ണുണ്ടായിരുന്നു. പടച്ചവനെ, ആ പെണ്ണിന്റെ
പെണ്ണിന്റെ കഥയറിയുമോ? ഒരുപാട് ആളുകൾ ആ പെണ്ണിനെ ആക്രമിക്കാൻ കടന്നു വരികയാണ്. ഈമാനിന്റെ മാധുര്യത്തിലൂടെ കടന്നു പോന്ന പെണ്ണ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കടന്നു പോന്ന പെണ്ണ, ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു പോയ പെണ്ണ. ഈ പെണ്ണിനെ കാണാ നല്ല ചന്തമാണ്. ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും. ആര് കണ്ടാലും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനെന്ന് ആഗ്രഹിച്ചു പോകും. അങ്ങനെ ആ നാട്ടിലുള്ള കുറച്ച് യുവാക്കൾ ചേരുകയാണ്. അവരതാ ഈ പെണ്ണിനെ കാണുമ്പോ ഓടിക്കാൻ ഒരുങ്ങുകയാണ്. ഈ പെണ്ണ് തക്ബീർ വിളിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറും ചൊല്ലിയിട്ട് ഓടുകയാണ്. പടച്ചവനെ, ഒരു വേള ഈ പെണ്ണിനോടൊരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാ, എന്തിനാണ് ഈ പെണ്ണെ നീ ഇങ്ങനെ മുഖമക്കനയിട്ട് നടക്കുന്നത്? നിന്റെ മുഖം നമ്മൾ കണ്ടാൽ എന്താ നിനക്ക് കുഴപ്പമുള്ളത്? അതുകൊണ്ട് നീ നിന്റെ മുഖമക്കന മാറ്റി പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ഹല്ലലിയ എന്ന് പറയുന്ന പെണ്ണിന്റെ മുഖമക്കന വലിച്ചു കയറുകയാണ്. അല്ലാഹുവേ, മുഖവും പൊത്തിപ്പിടിച്ച് വീട്ടിലേക്ക് ഓടുകയാ. മുഖവും പൊത്തിപ്പിടിച്ച് വീട്ടിലേക്ക് ഓടുകയാ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 17 ദിവസം വരെ അങ്ങനെ കാത്തിരുന്ന ചെറുപ്പക്കാർ ഉപദ്രവിക്കുകയാ. ഈ പെണ്ണെവിടാ പോകുന്ന എന്നറിയുമോ? അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ഒരു മഹാമനുഷ്യയുടെ പ്രിയപ്പെട്ടവളുടെ മുമ്പിലാണ്. ആ പ്രിയപ്പെട്ടവള് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്ന ഈമാനിന്റെ മാധുര്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ പഠിക്കാൻ പോകുന്ന പെണ്ണിനെയാണ് ചെറുപ്പക്കാര് തടഞ്ഞു നിർത്തിയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 17 ദിവസവും അക്രമം കടന്നു വരികയാ. അപ്പോഴെല്ലാം അവിടെ നിന്ന് തുണി കൊണ്ട് മുഖം മറച്ചിട്ട് ആ പെണ്ണ് നടന്നു വരുമ്പോ ശത്രുക്കളായ ചെറുപ്പക്കാര് തീരുമാനിക്കുകയാണ്, ഈ പെണ്ണിനെ ഇത്ര കാണാൻ കൊള്ളാഞ്ഞിട്ട് പോലും എത്രയോ സമ്പത്തുള്ളവര് കടന്നു വന്നിട്ട് വിവാഹം ആലോചിച്ചതാ. പക്ഷെ അവള് സമ്മതിക്കുന്നില്ലല്ലോ, അവളെ മുഖം കാണിക്കുന്നില്ലല്ലോ. മുഖമക്കനെ ധരിച്ചുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് കടന്നു പോവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, പെണ്ണ് വരുന്ന വഴിയോരത്തെ തിളച്ച വെള്ളവുമായിട്ട് കാത്തിരിക്കുകയാ. യാ അല്ലാ, തിളച്ച വെള്ളവുമായിട്ട് കാത്തിരുന്ന് ആ പെണ്ണ് കടന്നു വരുമ്പോഴാ പെണ്ണിന്റെ മുഖത്തെ കൊഴിക്കുകയാ. ഫാത്തിമ ഹല്ലലാന്റെ മുഖങ്ങള്, ആ മുഖം അവിടെ നല്ല കരിഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, വികൃതമായ രൂപമാവുകയാണ്. ആര് കണ്ടാലും പേടിച്ചു പോകുന്ന രൂപമാവുകയാ. അപ്പോഴാ പറഞ്ഞ പെണ്ണ്, ഇനിയെങ്കിലും നീ നിന്റെ മുഖമക്കനെ ഒന്ന് മാറ്റുമല്ലോ, നിന്റെ മുഖമക്കനെ ധരിക്കാതെ നീ അന്ന് കടന്നു പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ഹല്ലലിയോട് പറയുമ്പോൾ അല്ലാഹുവേ, മുറിവെല്ലാം ഉണങ്ങി, ശരീരത്തിന്റെ തൊലികളെല്ലാം ചുക്കിച്ചുളഞ്ഞു പോയി, കാണാൻ ഭംഗിയില്ലാത്തവളായി. എന്നിട്ട് പോലും ആ പെണ്ണ് കടന്നു വന്നത് മുഖം മറച്ചിട്ടാ കടന്നു വന്നത്. അപ്പോഴാ ചെറുപ്പക്കാര് പറഞ്ഞ പെണ്ണ്, നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം പോയിട്ട്, നിന്റെ തോല് പോയിട്ട്, നിന്റെ തൊലിവെന്ത് പോയിട്ട്, പൊന്നുമോളെ നീ വീണ്ടും നിന്റെ മുഖം മറച്ചോ? ആ പെണ്ണവിടന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? നിങ്ങളല്ല, ഈ ബഗ്ദാദിന്റെ മണ്ണിലുള്ള ആരൊക്കെയാണോ എന്നെ തടയിടാൻ കടന്നു വരുന്നത്, അവരുടെ എല്ലാ മുമ്പിൽ അല്ലാ അല്ലാ, എന്റെ ഈമാൻ കളയാതെ, എന്റെ ഖൽബിനെ ഞാൻ നശിപ്പിക്കാതെ, എന്റെ തോല് കൊള്ളില്ലെങ്കിലും, എന്റെ മുഖത്ത് സൗന്ദര്യമില്ലെങ്കിലും എന്റെ ഈ മുഖമക്കനെ മാറ്റൂല്ല. മരിക്കുന്ന സമയം വരെ ഞാൻ ഇത് ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കിൽ ഇന്ന് പടച്ചവനെ നമ്മുടെ മുമ്പിൽ കടന്നു വന്നതോ ഫാത്തിമ മസ്കിൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളാണെങ്കിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെ പറയാൻ എവിടെന്നാ ധൈര്യം വന്നത്? ഒറ്റയ്ക്ക് നേരിടാൻ എവിടെന്നാ ധൈര്യം വന്നത്? ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ അകത്തട്ടിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ സഹോദര, നമ്മുടെയും ഖൽബിന്റെ അകത്തട്ടിൽ ഈമാനിന്റെ മാധുര്യം വരണോ? റബ്ബനാ
لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ഒന്നാമത്തെ ഉപദേശം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കടന്നു വന്ന ചെറുപ്പക്കാർക്ക് അവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തത്, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഈമാൻ ഉണ്ടല്ലോ, ആ ഒരു ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. അതിന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ പതിവാക്കണം. ആദ്യം എവിടെന്നാ കേട്ടത്? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് എന്ന് പറയുമാ പോരെ. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് പോരെ, ഒന്നും കൂടെ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. പരിശുദ്ധരായ റസൂലുള്ളാന്റെ പ്രിയതോഴരാ, അരിമുല്ല പൂവായി വന്ന സിദ്ദീഖിൻ പോവോരാ, അജബിൽ കുളിർത്തുള്ള താരക പൂവാ സിദ്ദീഖ, അലങ്കാര നൂറിന്റെ വാക്കു കേട്ട മഹാന്മാരാ. നബിതങ്ങളുടെ വാക്ക് കേട്ട് ജീവിതം മെച്ചപ്പെടുത്തിയ മഹാമനുഷ്യാണ്. ഈമാനിന്റെ മാധുര്യത്തിൽ ഒന്നാം നമ്പറാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ഉറക്കെ പറയുന്നു, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ആയത്ത് എപ്പോഴും ഓതും. ഇത് കേട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഇതിങ്ങനെ ഓതിക്കോ, ഇതിങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വന്നോ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. എന്നിട്ടോ രണ്ടാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതലാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ കലാമിനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ ഏത് വലിയ പ്രയാസം വരട്ടെ, ഏത് വലിയ സങ്കടം വരട്ടെ, ഏത് വലിയ ദുഃഖം വരട്ടെ, ആ പ്രയാസത്തെയും ആ സങ്കടത്തെയും എല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത് അല്ലാഹുവിന്റെ ഖുർആനെ കൊണ്ടാണ്. ഏത് വലിയ സങ്കടം വന്നാലും, ഏത് വലിയ ടെൻഷൻ വന്നാലും, ഏത് വലിയ ദുഃഖം വന്നാലും, അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃക ഏതാ? ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടന്ന് പുതപ്പ് മൂടി പുതച്ചുകൊണ്ട് വീടിന്റെ അകത്തട്ടില് സങ്കടത്തോടെ വേദനയോടെ കിടക്കുമ്പോ അവിടന്ന് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, ഇതെന്ത് കിടത്തമാണു നബിയേ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ യുൻഖുസു മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അവിടന്ന് സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന മുത്തു മുസ്തഫ തങ്ങളുടെ മുമ്പില് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വന്നിട്ട് പറയാ, നബിയേ, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന ഹബീബേ, ഒന്ന് എഴുന്നേൽക്കേണ്ട റസൂലേ. എന്ത് കിടത്തോ ഇത്? എന്തൊരു കിടത്തമാ ഹബീബ ഇത്? ഒന്ന് എഴുന്നേക്കണം. അള്ളാന്റെ പ്രവാചകരോട് അവിടുന്ന് പറയാ, എഴുന്നേൽക്കേണ്ട റസൂലേ, എന്നിട്ട് കുറച്ച് നിസ്കരിച്ചോളിൻ. പിന്നീട് അവിടുന്ന് പറയുകയാണ്, വറത്തിലിൽ ഖുർആന തർതീല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്തോളിൻ നബിയെ, നിങ്ങളുടെ ഏത് പ്രയാസവും അല്ലാഹു മാറ്റി തരുന്നാൻ. ഇത് ആരോടാ പറയുന്നത്? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഏത് വലിയ പ്രതിസന്ധി വന്നാലും, ആരൊക്കെ ആക്ഷേപിച്ചാലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും,
ഏർപ്പെടുത്തിയാലും ആരെല്ലാം എന്തെല്ലാം നിയമങ്ങളിലൂടെ കടന്നു വന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ ആര് ഓതുന്നോ അവർക്ക് അതിന് അല്ലാഹു തആല പരിഹാരം കൊണ്ടു തരുമെന്നാണ്. ഇന്ന് പല വീടിന്റെ അകത്തിട്ട് ഇന്ന് ഖുർആൻ ഓതലില്ല. അതുകൊണ്ട് എല്ലാവർക്കും രോഗായി, സങ്കടായി. പണ്ടുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ സന്ധ്യ സമയമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ എടുക്കും, ഓരോ മാലകളെടുക്കും, ഉള്ളാൽ മാലയെടുക്കും, നബീസത്ത് മാല എടുക്കും, മുഹീദ്ദീൻ മാല എടുക്കും. എല്ലാം അതിങ്ങനെ സന്ധ്യ സമയത്ത് ഓതുകയും പാടുകയും അള്ളാഹുവിന്റെ ഖുർആനെ ഒരു യാസീനെങ്കിലും അവർ വേണ്ടുന്ന കോലത്തിൽ ഓതിയിരുന്നു. ഇന്നതെല്ലാം മാറി. അന്നവർക്ക് അധികം രോഗങ്ങളോ അധികം സങ്കടങ്ങളോ അധികം പ്രയാസങ്ങളോ അധികം ദുഃഖങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോ അതെല്ലാം എവിടെയോ മനുഷ്യന്മാരായ നമ്മള് കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് കളഞ്ഞു പോയപ്പോ ഇന്ന് പല നിയമങ്ങളും നമ്മളിലേക്ക് വന്നു. നമ്മൾ പോലും മനസ്സുകൊണ്ട് വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മളെ തേടിക്കൊണ്ട് കടന്നു വരികയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖുർആൻ വേണ്ടുന്ന കോലത്തിൽ നമ്മളൊക്കെ കൊണ്ട് ഓതാൻ കഴിയാത്തൊരവസ്ഥയായി. ഖുർആനിൽ എല്ലാത്തിനും മരുന്നുണ്ട്, ഖുർആനിൽ എല്ലാത്തിനും മരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്ന നബിയേ യാ അയ്യുഹൽ മുസമ്മിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് വലിയ സങ്കടം വന്നാലും പ്രയാസം വന്നാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ മുറുകെ പിടിച്ച അവനാ പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കും സഹാബാ. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ പ്രവാചകരായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. ചെന്നുകൊണ്ട് സലാം പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു കാണുന്നത് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഹബീബിനെയാണ്, മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുന്ന മുത്തിനെയാണ്. അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരോട് സലാം പറഞ്ഞു. പക്ഷേ എപ്പോഴും സലാമടക്കുന്നത് പോലെയല്ല, ഏത് സമയത്തും ചിരിക്കുന്നത് പോലെയല്ല, ഏത് സമയത്തും സംസാരിക്കുന്ന പോലെയല്ല. എന്തോ ഒരു ടെൻഷൻ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തുണ്ടല്ലോ. ഉടൻ തന്നെ അവിടുന്ന് മാറിയിരിക്കുകയാണ് അബൂ തൽഹ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൂമുഖത്തേക്ക് നോക്കുമ്പോ അവിടുന്ന് നല്ല ചിരിയാണ്, കാണാൻ നല്ല സൗന്ദര്യമാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന കോലത്തില് അല്ലാഹുവിന്റെ പ്രവാചകർ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവിടുന്ന് ചോദിക്കുന്നു, നബിയേ എന്തേ സങ്കടപ്പെട്ടിരുന്നത്, എന്തേ വിഷമപ്പെട്ടിരുന്നത്, എന്തേ ദുഃഖിച്ചു കൊണ്ടിരുന്നത്? അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? പ്രിയപ്പെട്ട അബൂ തൽഹ, ഞാൻ അവിടെ നിരിക്കുമ്പോ നിസ്കാരത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു, വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു, വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. ആ ടെൻഷനോടെ സങ്കടത്തോടെ ഞാൻ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി തന്നത്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതി തന്നപ്പോൾ ആ ഒരായത്ത് ഞാൻ എന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ഒരുങ്ങിയപ്പോ തന്നെ എന്റെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി. നമുക്കും അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഈ ഒരായത്ത് ഓതാൻ പറ്റും, നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും, സങ്കടങ്ങൾ മാറ്റാൻ പറ്റും, എല്ലാ പ്രയാസങ്ങളും മാറ്റാൻ പറ്റും. അല്ലാഹുവേ, ഈ പവിത്രമായ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകളോ സങ്കടങ്ങളോ കണ്ണീരുകളോ കഷ്ടപ്പാടുകളോ ദുഃഖങ്ങളോ കടങ്ങളോ
എന്തെങ്കിലും മാരകമായ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന വലിയന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശമനം കൊടുക്കണേ റഹ്മാനെ. മനസ്സറിഞ്ഞ ആമീൻ പറയും. ശമനം കൊടുക്കണേ റഹ്മാനെ, ശമനം കൊടുക്കണേ റഹ്മാനെ. വേദനകളും സങ്കടങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എന്തൊരു ഉഷാറില്ലാത്ത നിർത്താറായിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്നും വേണ്ടാത്ത നിർത്താറായില്ല എന്നുള്ളവരൊന്ന് കൈവയ്ക്കുക നോക്കട്ടെ. നിർത്താറായിട്ടില്ല. മാഷാ അല്ലാഹ്, താഴ്ത്തിയിട്ട് അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നേരം നിങ്ങൾ ഇരുത്തൂര്. ഇൻഷാ അല്ലാഹ് 11:30-കകത്ത് നിങ്ങളെ ഞാൻ വിട്ടുവരും. അല്ലാഹു ഈ സദസ്സിൽ വന്ന എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒന്നാമത്തെ വിഷയം പറഞ്ഞു, രണ്ടാമത്തെ പറഞ്ഞു ഖുർആനിന്റെ ആയത്താണ്. ആ ഖുർആനിന്റെ ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ വിജയിച്ചുവെന്നാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടു കൂടി കടന്നുപോയെന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആനാണ്. ആ ഖുർആന ജീവിതത്തിൽ കൊണ്ടുവന്നാ രക്ഷപ്പെട്ടു വന്നാട്. ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർക്ക് വേണ്ടി ഞാൻ അതിമനോഹരമായ ഒരു ചരിത്രം പറഞ്ഞു തരാ. ബീവി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഒരു പെണ്ണതാ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് പറയുന്നു, ആയിഷ, സങ്കടം സഹിക്കാൻ കഴിയാതെ കടന്നു വന്നതാണ്. എന്റെ ഭർത്താവ് നല്ല ജോലിയുള്ളവരായിരുന്നു, പക്ഷേ ഇന്നതാ ജോലിയില്ല. എന്റെ ഭർത്താവ് സങ്കടത്തില, മക്കള് പട്ടിണിയാ. പ്രിയപ്പെട്ട മക്കള് സങ്കടത്താൽ കരയുകയാണ്, വിഷന്ന് വലഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. അതുകൊണ്ട് ആയിഷ, എന്റെ ഭർത്താവിന്റെ സങ്കടം മാറാ, എന്റെ ഭർത്താവിന്റെ വിഷമം മാറാ, എന്റെ ഭർത്താവിന്റെ എല്ലാ ദുഃഖങ്ങളും മാറാ, നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും എനിക്കൊന്ന് പഠിപ്പിക്കുമോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഖുർആനിന്റെ ആയത്താ. പെങ്ങളെ പഠിച്ചുകൊള്ളുക, പെങ്ങളെ പഠിച്ചുകൊള്ളുക. അവിടെന്ന് പറയുന്ന പെണ്ണേ, നീ നിന്റെ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നിരുന്നാൽ, നിന്റെ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ആയത്തു നീ പതിവാക്കിയാൽ നിന്റെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റുന്നതാണ്, എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റുന്നതാണ്. അവിടെന്ന് ചോദിച്ചു, ആയിഷ, ആ ഒരായത്ത് ഏതാന്ന് പറയുമോ ആയിഷ? ഉടൻ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓതി കൊടുക്കുകയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ട് കടന്നു പോകുന്ന ആയത്താ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷം തരണേ അല്ലാ. ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറ്റണേ അല്ലാ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ, ഈ പെണ്ണ് കേട്ടപാട് വീടിന്റെ അകത്തട്ടിലേക്ക് ഓടുകയാണ്. തന്റെ പ്രിയപ്പെട്ട കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ അരികത്ത് പോയി തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ കരയണ്ട, ഇനി നിങ്ങൾ സങ്കടപ്പെടണ്ട, ഇനി നിങ്ങൾ വേദനിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോടരായ മുത്തു മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉമ്മയിൽ നിന്ന്, നമ്മുടെ ഉമ്മയാകുന്ന ആമിന ഉമ്മയിൽ നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്ത് ചൊല്ലണമെന്ന് അറിയിച്ചിരിക്കുകയാ. അത് നിങ്ങളും ചൊല്ലുമോ? ഞാനും ഒന്ന് ചൊല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, ഏതാ പെണ്ണേ? ഉടൻ തന്നെ പറയുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് ഭാര്യയും ഭർത്താവും ഒരുപോലെ ചൊല്ലാൻ തുടങ്ങുകയാണ്. അവിടന്ന് ചൊല്ലിയിട്ട് 7 ദിവസം പോലുമായില്ല, അതാ കടന്നു വരികയാണ് ഈ പെണ്ണൊരു സമ്മാനത്തിന്റെ പൊതിയുമായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കടന്നു വരികയാ. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ഇതൊരു സമ്മാനത്തിന്റെ പൊതിയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്റെ ഭർത്താവ് തന്നു വിട്ടതാണ്. ഉടൻ തന്നെ ചോദിച്ചു, എന്തിനാണ് എനിക്ക് ഈ സമ്മാനം? അവിടെന്ന് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എന്റെ ഭർത്താവ് സങ്കടത്തിലായിരുന്നല്ലോ, വിഷമത്തിലായിരുന്നല്ലോ, ദുഃഖത്തിലായിരുന്നല്ലോ. ആ ഒരു സമയമാ നിങ്ങൾ എനിക്ക് പടച്ചവന്റെ ഖുർആനിന്റെ ആയത്ത് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചു തന്നപ്പോ അത് ഞാനും എന്റെ ഭർത്താവും അങ്ങ് ചൊല്ലിയതാ. അല്ലാഹുവേ, ആ ഒരായത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുകയാണ്. അന്ന് ആരോ പാതിരാത്രിയില് വീടിന്റെ പടിവാതിൽക്കൽ വന്നിട്ട് മുട്ടുകയാണ്. പ്രിയപ്പെട്ടവര് ചെന്നുകൊണ്ട് കതക് തുറന്നപ്പോ പറഞ്ഞുപോയി, വഴിയാത്രക്കാരനാ, ഇനിയും ഒരുപാട് നടക്കാനുള്ളതാ, അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ, ഈ പാതിരാത്രി വന്ന് വിശ്രമിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് അനുവാദം തരുമോ? ഉടൻ തന്നെ അനുവാദം കൊടുക്കുകയാണ്. അല്ലാഹുവേ, അന്ന് സുബഹിക്ക് മുമ്പ് പോകാൻ ഒരുങ്ങുന്നൊരു ടൈമാകുമ്പോ അവിടന്ന് വീട്ടുകാരനെ വിളിച്ചിട്ട് പറയാ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല, ഈ ഒരു സഞ്ചിയാണ്, ഈ ഒരു കിഴിയാ നിങ്ങൾക്ക് തരാനുള്ളത്, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുമോ? അല്ലാഹുവേ, അദ്ദേഹം ആ സ്വതക്കയും ചെയ്തിട്ട് യാത്ര തിരിക്കുകയാണ്. യാത്ര അങ്ങ് തിരിച്ചു. അവിടന്ന് കൊടുത്തിട്ടുള്ള സമ്മാനം ഒന്ന് തുറക്കുമ്പോഴോ കണ്ണങ്ങ് നിറയുകയാ. അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം വീടുകയാണ്. എല്ലാ കടങ്ങളും വീടി. ചെറിയ ചെറിയ സ്വർണത്തിന്റെ നാണയങ്ങള് അതെല്ലാ കടങ്ങളും വീടിയിട്ട് ബാക്കി വന്നത് അവിടുന്ന് ആടുകളെ വേടിക്കുകയാണ്. ആടുകളെ വേടിച്ചു. മക്കള് പട്ടിണിയെല്ലാം മാറ്റുകയാണ്. ആയിഷ, പ്രിയപ്പെട്ട പുന്നാര മക്കള് കരയുമായിരുന്നു. ഉമ്മ, വിശക്കുന്നു ഉമ്മ. അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആരോടും ഒന്നും ചോദിക്കാൻ കടന്നുപോയില്ല. അങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കിയതാണ് ആയിഷ. അല്ലാഹുവിന്റെ പവിത്രമായ ഈ ഖുർആനിന്റെ ഈ ആയത്തുണ്ടല്ലോ, നിങ്ങൾ അവിടെ നിന്ന് ഓതാ പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ മുടക്കിയിട്ടില്ല ആയിഷ. അതിന് പകരമായിട്ട് അല്ലാഹു സമ്മാനമായിട്ട് തന്നതാ ആയിഷ. ഇന്നിവിടെ കടന്നിരിക്കുന്ന സഹോദരങ്ങളെ, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടിട്ട് പല കച്ചവട സ്ഥാപനങ്ങളും നമ്മുടെ ഭർത്താവിന്റെ പൂട്ടിപ്പോയി. കടങ്ങളല്ലാതെ ഒന്നും ബാക്കിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഇന്ന് ഈ പവിത്രമായ ഈ സദസ്സിൽ വന്ന് എന്റെ പെങ്ങന്മാരോട് പറയാ, നിങ്ങളൊന്ന് ചൊല്ലുമോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വരായത്ത് നിങ്ങൾ വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും, എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുവിന്റെ ഖുർആനെ മുറുകെ പിടിച്ചോ, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റും. മൂന്നാമതായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പയുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണം. ഉമ്മാന്റെ കഥയല്ല,
ഉമ്മാന്റെ കഥയല്ല, നിങ്ങളുടെ ബാപ്പയുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണം. ഈ രണ്ട് ചെറുപ്പക്കാരോട് പറയാൻ എത്ര അർത്ഥവത്തായിട്ടാ പറയുന്നതെന്നറിയോ? ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തോതണം. പിന്നെ നിങ്ങൾ ഖുർആനെ മുറുകെ പിടിക്കണം. മൂന്നാമതായിട്ട് അവിടെ ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പയുടെ, നിങ്ങളുടെ ബാപ്പയുടെ ആ പൊരുത്തം നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൊരുത്തത്തോടു കൂടി വിട പറയാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഉറക്കെ പറയും, അള്ളാഹുനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഒരുപാട് സമയം ചോദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് 11:30 ആകുമ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലി കാരണം ഇവിടെ ഞാൻ വാളു പറഞ്ഞില്ലെങ്കിലും ഇത് ദുആയുടെ മജ്ലിസാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതം വേറൊന്നും ഉണ്ടാകൂല. അള്ളാഹു ഈ സദസ്സിൽ ഉത്തരം തരാതിരിക്കൂല. അള്ളാഹു ഇവിടെ ആരല്ല, ഒരുപാട് വയസ്സായ വാപ്പമാരുണ്ട്, പല രോഗങ്ങളും പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ആമീൻ പറ. അല്ലാഹു എല്ലാ സങ്കടങ്ങളും മാറ്റി കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അതുകൊണ്ട് ഉപ്പാന്റെ പൊരുത്തം നേടുക, നല്ല മനസ്സോടെ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു പോയാൽ അവർ വിജയിച്ചു എന്നാണ്. അവര് നന്മയുടെ വഴികളിലൂടെ കടന്നു പോകുമെന്ന സമയം നമുക്ക് വളരെ ചുരുക്കമാണ്. കാരണം ഒരുപാട് ദിവസം ഇവിടെ പ്രഭാഷണങ്ങളുണ്ട്, ഒരുപാട് നേരം നിങ്ങളെ ഇരുത്തിയാലും അത് ബുദ്ധിമുട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബാപ്പയുടെ പൊരുത്തം നേടിയെടുക്കണമെന്ന് പറയുമ്പോ അവിടെ നദാ പ്രിയപ്പെട്ട സ്വഹാബത്ത് ചാടി എഴുന്നേൽക്കുകയാണ്. തങ്ങളെ, എല്ലാവരും ഉമ്മാനെ പറ്റിയാ പറയുന്നത്, ഉമ്മാന്റെ പൊരുത്തത്തെ പറ്റിയാ പറയുന്നത്. ഇവിടെ നിങ്ങൾ പറഞ്ഞത് ബാപ്പയുടെ പൊരുത്തമെന്നാണ്. എന്തേ തങ്ങളെ? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അവസാനം ഒരു കാലഘട്ടം കടന്നു വരുമ്പോ ഉമ്മാക്ക് വില കൊടുത്താലും, ഉമ്മയെ സ്നേഹിച്ചാലും, ഉമ്മയെ പൊന്നുപോലെ നോക്കിയാലും വീടിന്റെ അകത്തട്ടിൽ ശരീരം ചുക്കിച്ചുളിഞ്ഞു പോയ പ്രിയപ്പെട്ട ബാപ്പാക്ക് വില കൊടുക്കാത്ത, ബാപ്പയെ ഇഷ്ടപ്പെടാത്ത, ബാപ്പാന്റെ അരികത്ത് പോയിരിക്കാത്ത, ബാപ്പയോട് സന്തോഷം പങ്കുവെക്കാത്ത പ്രിയപ്പെട്ട മക്കള് കടന്നു വരുന്നതാ. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഉടൻ തന്നെ പറഞ്ഞു, അമാ ഇന്നഹു സയകൂ. അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ ഇങ്ങനത്തെ മക്കള് കടന്നു വരുമെന്നാണ്. ഇന്നൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന വാപ്പാക്കറിയാ, നിങ്ങളുടെ എത്ര മക്കളാ നിങ്ങളുടെ അരികത്ത് വരുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് മിണ്ടുന്നത്. അല്ലാഹുവേ, ചുരുക്കമാ. വീടിന്റെ അകത്തട്ടിൽ ബാപ്പ ഒന്ന് ഉറക്ക വർത്തമാനം പറഞ്ഞാൽ പിന്നെ ആ ബാപ്പയോട് വഴക്കുണ്ടാക്കുന്ന മക്കളാ, ബാപ്പയോട് ദേഷ്യപ്പെടുന്ന മക്കളാ, ബാപ്പാനെ ഉപദ്രവിക്കുന്ന മക്കളാ. അല്ലാഹുവേ, ബാപ്പ തരുന്ന സ്നേഹത്തിന് പകരം കൊടുക്കാ ഇന്നത്തെ മക്കളാവുന്ന നമ്മളെ കൊണ്ട് കഴിയൂല. പടച്ച റബ്ബേ, വീട്ടിൽ കിടന്നുകൊണ്ട് ബാപ്പ ഇങ്ങനെ അതാ ഖുർആൻ ഓതുകയാണ്. മകൻ പറഞ്ഞു, ബാപ്പാ കുറച്ച് ശബ്ദമൊന്ന് കുറക്കാമോ, ശബ്ദം കുറച്ച് ഓതിക്കോ. ബാപ്പ പറഞ്ഞു, പൊന്നുമോനെ, ഇതുപോലെ പടച്ചവന്റെ ഖുർആൻ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ നമുക്ക് വിജയമാ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, മോനെ നീയും കൂടെ ഓതാമോ? ആ സമയം മകൻ പറഞ്ഞു, ബാപ്പാ നിങ്ങളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാ, എന്റെ ഉമ്മയെ കൊണ്ട് എനിക്കൊരു പ്രയാസവുമില്ലല്ലോ. അങ്ങനെ കിടക്കുമ്പോഴാണ് ആ പ്രിയപ്പെട്ട ബാപ്പാന്റെ കാലുകൾ അങ്ങ് തളർന്നു പോകുന്നത്. പിന്നെ കിടക്കുന്ന കിടപ്പിൽ ബാപ്പ മലമൂത്ര വിസർജനം ചെയ്യുകയാണ്. ഈ മകനത് കണ്ടിട്ട് പറഞ്ഞു, ബാപ്പാ നിങ്ങൾ എന്ത് മനുഷ്യനാ, എന്ത് ദുർഗന്ധമാ, എന്ത് വിഷമമാ.
പറയുകയാണ്, നിങ്ങളെ കാരണം എന്റെ കൂട്ടുകാര് പോലും ഈ വീടിന്റെ അകത്തട്ടിലേക്ക് വരുന്നില്ലല്ലോ, എന്റെ അടുക്കലേക്ക് മിണ്ടുന്നില്ലല്ലോ, എന്റെ ചാരത്തേക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകനവിടെന്ന് പറഞ്ഞിട്ട് ഒരു വേള ബാപ്പ കിടക്കുമ്പോ ഉമ്മ അറിയാതെ ബാപ്പാനെ ചുമക്കുകയാണ്. ബാപ്പാനെ ചുമന്നുകൊണ്ട് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ആരാരുമില്ലാത്ത വനം ചെരുവിന്റെ അരികത്തേക്ക് പ്രിയപ്പെട്ട പിതാവിനെ അങ്ങ് കൊണ്ടിടുകയാണ്. സുബ്ഹാനല്ലാഹ്, ബാപ്പാക്ക് നടക്കാൻ കഴിയുമോ? പിന്നാലെ പോകാൻ കഴിയുമോ? ഉടൻ തന്നെ ബാപ്പ പിന്നാലെ വിളിച്ചു, മോനെ ബാപ്പക്ക് നടക്കാൻ കഴിയില്ലല്ലടാ, എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഇവിടെ ഒരുപാട് വന്യജീവികളുള്ളതാണ്, അതുകൊണ്ട് ബാപ്പാനെ ഒന്ന് രക്ഷിക്കുമോ? അവിടെന്ന് മകൻ പറഞ്ഞു, ബാപ്പാ നിങ്ങളെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ്, നിങ്ങളെ കൊണ്ട് ആകെ ശല്യമാണ് എന്ന് പറഞ്ഞിട്ട് മകൻ അവിടെന്ന് ബാപ്പാനെ കൊണ്ടുവരികയാണ്. ബാപ്പാനെ കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥലത്ത് മാറ്റിയിട്ടിട്ട് ആരും കാണാത്ത സ്ഥലത്തേക്ക് ഒഴിച്ചിട്ടിട്ട് മടക്കുകയാ. അങ്ങനെ കൊല്ലങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അല്ലാഹു ഇദ്ദേഹത്തിന് 2 മക്കളെ കൊടുക്കുകയാണ്. അല്ലാഹു 2 മക്കളെ കൊടുത്തു. ഈ പ്രിയപ്പെട്ട പുന്നാര മക്കളുമൊത്തുകൊണ്ട് കടന്നു പോവുകയാ. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരനായിരുന്ന അദ്ദേഹം ഇന്ന് വയസ്സായി, അദ്ദേഹത്തിന്റെ കാലുമങ്ങ് തളരുകയാ. മക്കളവിടന്ന് തീരുമാനിച്ചു, നമ്മുടെ ഈ വീട്ടിന്റെ അകത്തട്ടില് ബാപ്പ വേണ്ട, ഈ വീടിന്റെ അകത്തട്ടില് ബാപ്പയുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹം അവിടന്നതാ കിടക്കുമ്പോ ഈ 2 മക്കള് ബാപ്പാനെ ചുമന്നുകൊണ്ട് പോവുകയാണ്. അന്നെവിടെയാണോ സ്വന്തം പിതാവിനെ കൊണ്ട് തള്ളിയെറിഞ്ഞത്, അതേ സ്ഥലത്തേക്ക് തന്നെ ഈ മക്കളും അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുവന്നിട്ട് അല്ലാ കൊണ്ടുവന്നിട്ട് വലിച്ചെറിയുമ്പോ അവിടന്ന് കണ്ടു നിന്ന ആളുകൾ പറഞ്ഞു പോയി, എന്തിനാടാ ഇത് നിങ്ങളുടെ ബാപ്പയല്ലേ, എന്തിനാ നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത്? നിങ്ങളെ ഒരുപാട് പോറ്റി വളർത്തിയതല്ലേ, നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടതല്ലേ, സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോയതല്ലേ, പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ പറയുമ്പോ കാല് തളർന്നു പോയി മനുഷ്യൻ വിളിച്ചു പറയാ, എന്റെ മക്കളെ ചോദ്യം ചെയ്യല്ല, അവരോട് പറയല്ല, അവര് പോകട്ടെ, അവര് പോകട്ടെ, അവര് കടന്നു പോകട്ടെ. എനിക്കും ഇതുപോലെ സങ്കടം വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ ബാപ്പ ഇങ്ങനെ 2 കാലുകൾ തളർന്നു കിടന്നപ്പോ ഞാൻ എന്റെ ബാപ്പാനെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇതുപോലെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. ഞാൻ എന്റെ പിതാവിനോട് അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അന്ന് എനിക്കങ്ങനെ സംഭവിച്ചു പോയത് കൊണ്ടെങ്കിൽ, എന്റെ ഉപ്പാക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ അന്ന് ആ സംഭവിച്ചത് കൊണ്ടാണ് അല്ലാഹു എനിക്കും ഇതുപോലത്തെ ഒരു ശിക്ഷ തന്നത്. നമ്മുടെ മക്കളായാലും ആൺമക്കളായാലും പെൺമക്കളായാലും നമ്മുടെ ബാപ്പയോട് നമ്മൾ വേർതിരിവ് കാണിച്ചിട്ട് അവരെ നോക്കാതെ, അവരെ ഇഷ്ടപ്പെടാതെ, അവരെ അംഗീകരിക്കാതെ, അവരുടെ വഴിയിലൂടെ കടന്നു പോകാതെ, അവരെ കുറ്റപ്പെടുത്തി, അവരെ ആക്ഷേപിച്ച്, അവരെ ചീത്ത വിളിച്ച്, അവരെ കളിയാക്കിയിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ 100% ഉറപ്പാണ് നാളെ ഇതുപോലത്തെ ഒരവസ്ഥ നിങ്ങൾക്കും അല്ലാഹു തരുമെന്നാണ്. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. അതുപോലത്തെ ഒരവസ്ഥ നിങ്ങൾക്കും വന്നു ചേരുമെന്നാണ്. അതുകൊണ്ടാണ് ഖാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പോലും കാണുന്നവരോടൊക്കെ പറയും, നിങ്ങൾ നിങ്ങളുടെ ബാപ്പാനെ മറക്കരുത്, അവരെ നിങ്ങൾ പുച്ഛിക്കരുത്, അവരെ നിങ്ങൾ തള്ളിക്കളയരുത്. എപ്പ കണ്ടാലും അവരോടൊന്ന് അടുക്കണം, അവരോടൊന്ന് സംസാരിക്കണം, അവരോട് ചെറുതായി തമാശകൾ പറയണം. അപ്പോൾ അവർക്ക്
അവർക്കൊരു സന്തോഷമാണ്. ആ സന്തോഷം അള്ളാഹുവിന്റെ സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ പൊന്ന പോലെ അവരുടെ അരികത്ത് പോവുകയും അവരെ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും അവരെ ബഹുമാനിക്കുകയും എല്ലാം ചെയ്യണമെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കഥകൾ അറിയാം, ഒരുപാട് സ്വഹാബത്തിന്റെ കഥകൾ അറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിച്ചുകൊള്ളുക. നമുക്കറിയാം സാബിത്തുൽ ബുന്നാനി റഹിമഹുല്ല കടന്നു പോവുകയാണ്. കടന്നു പോകുന്ന വഴിയിലതാ ഒരു മകൻ ബാപ്പയെ കൊണ്ടുവന്നിട്ട് അടിക്കുകയാണ്. ഒരു മകൻ അവിടെ നിന്ന് ബാപ്പയെ കൊണ്ടുവന്നിട്ട് വഴിയോരത്ത് കെട്ടിയിട്ടിട്ട് ബാപ്പാനെ അടിക്കുകയാണ്. വല്ലാത്തൊരു അത്ഭുതമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ മക്കൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, നമ്മളെ ആക്ഷേപിക്കുന്നത്, നമ്മളെ കളിയാക്കുന്ന എല്ലാം നമുക്ക് പ്രയാസമാണ്, നമുക്ക് സങ്കടാണ്. എന്നാൽ അവിടുന്ന് സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാഹ് കണ്ടുപോവുകയാണ്. റഅയ്തു റജുലൻ യദ്രിബു അബാഹു. അല്ലാഹുവേ, ഒരു മകൻ അവിടുന്ന് പ്രിയപ്പെട്ട പിതാവിനെ കൊണ്ടുവന്നിട്ട് അടിക്കുകയാണ്. ഉടൻ തന്നെ ഈ കണ്ടു നിൽക്കുന്ന ആളുകൾ അടിക്കാൻ വേണ്ടി പിടിച്ചു മകനെ. ആ സമയം ബാപ്പ പറഞ്ഞു, വേണ്ട, എന്റെ പ്രിയപ്പെട്ട പുന്നാര മകനെ ഒന്നും ചെയ്യല്ല. കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ ഞാനും ഇതേപോലെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അടിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹു എനിക്ക് തന്നത് എന്റെ മകനിലൂടെ തന്നുപോയ ശിക്ഷയാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ബാപ്പയെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മൾ ആക്ഷേപിക്കുമ്പോ, എല്ലാവരും ഉമ്മയെ പറ്റി ഒരുപാട് വാള് പറയുന്നവരാണ്. ഉമ്മയെ പറ്റി കേൾക്കുമ്പോ കണ്ണു നിറയുന്നവരാ. എന്തുകൊണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ പറ്റി പറയുമ്പോ നമ്മുടെ കണ്ണു നിറയാത്തത്? നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നവരാണ്, അധ്വാനിച്ചവരാണ്. ഇന്നും അതുപോലെ പടച്ചറബേ പല മക്കാമുകളുടെ പരിസരത്ത് ഉറൂസുള്ളപ്പോ പല ആളുകളും കച്ചവടം ചെയ്യുന്നവരുണ്ട്. എന്തിനാ? സ്വന്തം വയറ് നിറക്കാനല്ല, പ്രിയപ്പെട്ട പുന്നാര മക്കളെ പഠിപ്പിക്കാനാണ്, അവരെ വളർത്താനാണ്, അവരെ പോറ്റിക്കൊണ്ട് വരുവാനാണ്. ഇന്നത്തെ മക്കളതെല്ലാം മറന്നുപോയി. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ അവരെ പോറ്റി വളർത്തിപ്പോയ ബാപ്പാന് പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തള്ളുന്ന മക്കളുടെ കാലഘട്ടമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്കും മക്കളെ തരുമല്ലോ, നിന്റെ മക്കളും വലുതാകുമല്ലോ. എന്നാ നീ നിന്റെ ബാപ്പയോട് എങ്ങനെ പെരുമാറിയോ, എങ്ങനെ സംസാരിച്ചോ? എന്നാ നിന്റെ മക്കൾ അവരോട് നീ ദേഷ്യപ്പെട്ടെങ്കിൽ നിന്നോട് അതിന്റെ ഡബിളായി നിന്റെ മക്കൾ ദേഷ്യപ്പെടുമെന്നാണ്. അല്ലാഹുവേ, യമനിലുള്ള സംഭവം അറിയാത്തവരില്ല. അവിടെ യമനിലുള്ള ആരിഫുൽ മുആദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആലിമായ സൂഫിയായ മനുഷ്യനെ ഒരു വീട്ടിന്റെ ഉള്ളിൽ വിരുന്ന് വിളിക്കുകയാ. അങ്ങനെ വിരുന്നിന് വേണ്ടി കടന്നു പോവുകയാണ്. പടച്ച റബ്ബേ, കടന്നുപോയി നല്ലതുപോലെ കടന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാ. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യുമോ, ഒന്ന് ദുആരക്കുമോ ചോദിച്ചു. ആർക്ക് വേണ്ടിയാണ്? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകനിക്ക് വേണ്ടിയാ, എന്റെ പുന്നാര മോന് വേണ്ടിയാ. അവിടുന്ന് ചോദിച്ചെന്തേ സങ്കടം വന്നത്, എന്തേ വിഷയമെന്ന് പറയുമോ? അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നുമകന്റെ രണ്ട് കൈകൾ ചലിക്കുന്നില്ലല്ലോ, ഒരു കാലും ചലിക്കുന്നില്ലല്ലോ. അത് കാണുമ്പോ ഏതൊരു പിതാവിനും സങ്കടമാണ്. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ കാരണം എന്റെ പൊന്നുമോന് അല്ലാഹു കൊടുത്തുപോയ ശിക്ഷയാ, ഞാൻ കാരണം അല്ലാഹു കൊടുത്തുപോയ ശിക്ഷയാണ്. ചോദിച്ചെന്തേ? അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? അല്ലാഹു എന്റെ പ്രിയപ്പെട്ട ബാപ്പ എന്നെ ഒരു വേള വിളിച്ചിട്ട് പറഞ്ഞു, മോനെ,
എന്റെ കൈകാലുകൾ ചലിക്കുന്നില്ല, എന്റെ ശരീരം വേദനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ ബാപ്പ കരഞ്ഞിട്ട് പറഞ്ഞിട്ട് പോലും എന്റെ ബാപ്പാന്റെ അരികത്തേക്ക് ഞാൻ കടന്നുപോയില്ല. ബാപ്പയോട് മിണ്ടിയില്ല, ബാപ്പയോട് സംസാരിച്ചില്ല, ബാപ്പയോട് ഒന്നും പറയാതെ ഞാൻ അങ്ങനെ കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ശിക്ഷയായി തന്നത് എന്റെ മകനിലൂടെയാ. എന്റെ ബാപ്പാക്ക് വന്ന അതേ രോഗമാണ് ഇന്ന് എന്റെ മകനിക്കും വന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതിന്റെ ശിക്ഷ നന്മയാണെങ്കിൽ, അവരോട് സ്നേഹത്തോടെയാണെങ്കിൽ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളും സ്നേഹത്തോടെയായിരിക്കും, സന്തോഷത്തോടെയായിരിക്കും. ഇനി വെറുപ്പോട് കൂടിയാണോ, ഒന്നുകിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ജീവിതം, നല്ല ജീവിതമാണെങ്കിലും ഈ ബാപ്പയോട് മോശമായി പെരുമാറിയത് ആ പെരുമാറ്റത്തിന്റെ ചിട്ടം അതേപോലെ തന്നെ എത്തിക്കുമെന്നാണ്, അതേപോലെ തന്നെ കൊണ്ടുതരുമെന്നാണ്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും ഒരുപാട് ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാലിൽ നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പമാരാണ്. ആ പ്രിയപ്പെട്ട പുന്നാര ഉപ്പാനെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കടന്നു വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും വിജയിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകുടിയിലാണ്. അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ചുരുക്കിക്കൊണ്ട് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയട്ടെ, അള്ളാഹു നമുക്ക് തന്ന സന്തോഷം അതാണ്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. സഹാബാ, പ്രിയപ്പെട്ട പിതാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ദുനിയാവിന്റെ ഏത് മേഖലകളിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്. സഹോദരങ്ങളെ, ഒരേ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. നിങ്ങൾ ഇവിടെ കടന്നിരുന്നിട്ട് ഒരുപാട് മണിക്കൂറുകളായി. നിങ്ങളുടെ ഇരുത്തങ്ങൾ കാണുമ്പോഴും എനിക്കറിയാം. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളോട് നല്ല നീയത്തോട് നല്ല മനസ്സോടെ പറയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബത്തെ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ, അവർക്ക് വേണ്ടി സന്തോഷത്തിന്റെ നന്മയുടെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾ വിജയിക്കുന്നതാണ് സ്വഹാബ, നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് സ്വഹാബ. നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുവേ ഹബീബിന്റെ മുമ്പിൽ കടന്നു വന്ന ഒരേ ഒരു ചരിത്രം പറഞ്ഞ് ഈ സദസ്സിൽ ഇന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹ്, ഇത്രയും നേരം ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന ഒരു യുവാവ് അവിടെ നിന്ന് കരയുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, റസൂലല്ലാഹ്, എന്റെ ജീവിതത്തില് എല്ലാ മേഖലകളും പരാജയമാ, എവിടെ തൊട്ടാലും പരാജയമാ, ഏതു വഴിയിൽ പോയാലും പരാജയമാ. അതുകൊണ്ട് റസൂലല്ലാഹ്, ജീവിതം പരാജയപ്പെടാതിരിക്കാൻ, ജീവിതം മെച്ചപ്പെടാൻ എന്താ ചെയ്യുക? അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ, വീടിന്റെ അകത്തട്ടിൽ ശരീരം ചുക്കിച്ചുളിഞ്ഞ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടോ? ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ അരികത്ത് പോയി ഇരിക്കലാണ്, അവരോട് തമാശ പറയലാണ്, അവരെ ബഹുമാനിക്കലാണ്, അവർക്ക് വേണ്ടുന്ന എല്ലാം നീ ചെയ്തു കൊടുക്കലാണ്. അങ്ങനെ ചെയ്താൽ തന്നെ നിന്റെ ഖൽബിന്റെ ഉള്ളില് ഈമാനിന്റെ മാധുര്യം വരുമെന്ന് മാത്രമല്ല, നിന്റെ ഇബാദത്തുകളിൽ അല്ലാഹു സന്തോഷം തരുന്നതാ. നിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു നിന്നെ വിജയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മോനെ, നീ കടന്നുപോയി അവർക്ക് വേണ്ടി ദുആ
ചെയ്യുമോ, അവരെ ഓർത്തുകൊണ്ട് കടന്നു വരുമോ, അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുമോ, അവരുടെ പൊരുത്തത്തോടെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ? എന്നാൽ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ വിജയിക്കുന്നതാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവസാനമായിട്ട് കടന്നു വന്നവരോട് പറഞ്ഞത്, നിങ്ങൾ അവരുടെ പൊരുത്തത്തോടെ ജീവിച്ചോ, അല്ലാഹു നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഇത് മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം മെച്ചപ്പെടുത്തി അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് അല്ലാഹുവിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.